എന്തിനാ കൂപ്പി? അവിടെ ഒരു സംഭവം ഉണ്ട്, വാ. ഹായ് ഗായ്സ്, റിഫ്സൺ ഹാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ഡെക്കറേഷൻ ലൈറ്റാണ്. അത്യാവശ്യം എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ലൈറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടാകും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോയുടെ കണ്ടന്റ് മനസ്സിലാവും, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിഫ്സൺ ഹാക്സ് സൈനിങ്. ഗൈസ്, നമ്മുടെ ബോട്ടിൽ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ അത്ര പാടുള്ള വർക്കൊന്നുമല്ല, അത്ര ബുദ്ധിമുട്ടുള്ള വർക്കൊന്നും അല്ല. ഇത് നമ്മൾ സാധാരണ എപ്പോഴും കാണാറുള്ള നമ്മുടെ സാധാരണ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു LED സ്ട്രിങ് ലൈറ്റാണ്. ഈ ലൈറ്റ് നമ്മൾ ഈ കുപ്പിക്കകത്താക്കി ഇതൊരു ഡെക്കറേഷൻ ലൈറ്റായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഇങ്ങനെ ഇതുപോലൊരു ബോട്ടിൽ വേണം, പിന്നെ ഈ LED സ്ട്രിങ് ലൈറ്റിൻ്റെ ഒരു ബണ്ടിൽ വേണം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് ടൈപ്പ് എന്തെങ്കിലും, അതൊരു പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, വുഡൻ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ അകം ഇങ്ങനെ പൊള്ളയായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ആസ്ട്രേ ആണ്. നമ്മളിങ്ങനെ കമത്തി വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഇടാം. നമ്മൾ ഈ ഒരു പൊസിഷനിൽ ബോട്ടിൽ കമഴ്ത്തിയാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ ആ ക്യാപ്പ് ഒരു സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ആ വുഡൻ പീസിൽ ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഇടാം. അതിനുവേണ്ടി ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഏകദേശം നമ്മുടെ സെൻറ്റർ ഈ ഒരു പോർഷനിലായിട്ട് തന്നെ വരും. അവിടെ ആയിട്ടാണ് നമ്മൾ ഈ ക്യാപ്പ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാപ്പിൻ്റെ സെൻറ്റർ ഏകദേശം എന്താണ്ട് ഈ ഒരു പോർഷനിലായിട്ട് വരും. അവിടെ നമുക്കൊരു ഹോൾ ഇടാനായിട്ടുണ്ട്. അതിൻ്റെ സമീപത്തായിട്ട് ഇവിടെ നമുക്കൊരു ഹോൾ ഇടണം, ആ ഒരു ലൈനിൽ തന്നെ. അതിന് പാരലായിട്ട് ഇവിടെ നമുക്കൊരു ഹോളായിട്ട് ഇടണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ക്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ഹോൾ ഇടുവാണ്. നമ്മൾ ആ ക്യാപ്പിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രൂ ഉപയോഗിച്ച് ഇതിവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ക്യാപ്പ് ഇതിനകത്തായിട്ട് വെച്ച് ഏകദേശം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുപ്പി ഇതിനകത്തൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് നോക്കാം. നമ്മുടെ കുപ്പിയും പ്രോപ്പറായിട്ട് ഇതിനകത്ത് ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ ഇതിനകത്തുള്ള വർക്കെന്ന് പറഞ്ഞാൽ നമുക്കിനി ഇതിനകത്ത് ഒരു ഹോളും കൂടെ ഇടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വുഡൻ പീസിനകത്തായിട്ട് അത് നമുക്കൊന്നിടാം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ഊരി മാറ്റാം. എന്നിട്ട് ആ ഒരു ഹോളും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് അത്യാവശ്യം കുഴപ്പം ഇച്ചിരി കൂടെ വലിയൊരു ഹോൾ ഇടണം. അതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ അകത്തായിട്ടും ഏകദേശം ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഹോളും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ 2 ഹോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ സ്ക്രൂവിൻ്റെ ഹോളും ഇത് നമ്മുടെ നമുക്ക് വയർ പുറത്തോട്ട് എടുക്കേണ്ടുള്ള ഹോളുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ 2 ഹോളുകളുണ്ട്. ഇത് നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള ഹോളും ഇത് നമ്മുടെ വയർ പുറത്തോട്ട് എടുക്കാനുള്ള ഹോളുമാണ്. LED സ്ട്രിങ് ലൈറ്റാണ്. LED സ്ട്രിങ് ലൈറ്റിൽ ഒരു ഡ്രൈവർ ബോർഡ് കാണാൻ സാധിക്കും. ഇതിനകത്ത് മെയിനായിട്ട് 2 ഇടത്തോട്ടാണ് കണക്ഷൻ പോകുന്നത്. ഈ 2 കണക്ഷൻ പോകുന്നത് നമ്മുടെ പ്ലഗ് ടോപ്പിലേക്കും ഈ 2 കണക്ഷൻ പോകുന്നത് നമ്മുടെ LED സ്ട്രിങ്ങിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ കണക്ഷൻസ് ഒക്കെ ഒന്ന് ഡീസോൾഡർ ചെയ്തെടുക്കണം. നമുക്ക് അതൊന്ന് ഡീസോൾഡർ ചെയ്തെടുക്കാം. നമുക്ക് ഈ പ്ലഗ് ടോപ്പിലോട്ട് പോകുന്ന കണക്ഷൻ നമുക്കൊന്നും ചെയ്യണ്ട. ഈ LED സ്ട്രിങ്ങിലോട്ട് പോകുന്ന ഈ 2 കണക്ഷൻസ് നമുക്കൊന്ന് ഡീസോൾഡർ ചെയ്തെടുക്കണം. നമ്മുടെ സോൾഡർ ആൻഡ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാപ്പ് വീണ്ടും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. നല്ല ടൈറ്റായിട്ട് സ്ക്രൂ പിടിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് വേണമെങ്കിൽ ഓരോ സ്ക്രൂവും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ അയൺ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനിയിപ്പം നമ്മുടെ ഈ 2 കണക്ഷൻസ് ഒന്ന് ഡീസോൾഡർ ചെയ്തെടുക്കണം. അതൊന്ന് ഡീസോൾഡർ ചെയ്തെടുക്കാം. നമ്മുടെ പ്ലഗ് ടോപ്പും ഈ ഒരു ബോർഡും വരുന്ന പോർഷൻസ് നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു LED സ്ട്രിങ് വരുന്ന പോർഷൻസ് ഈ കുപ്പിക്കകത്താക്കണം. നമുക്കതൊന്ന് ചെയ്യാം. നമ്മുടെ ലൈറ്റിൻ്റെ ഏകദേശം വലിയൊരു പോർഷൻസ് ഇതിനകത്തായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്യാപ്പിൻ്റെ ഈ ഒരു ഹോളിൽ കൂടെ നമുക്ക് ഈ വയർ ഇതിൻ്റെ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബോർഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഇവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആ കണക്ഷൻ കൊടുക്കാം. ഈ ക്യാപ്പ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബോർഡിലേക്ക് നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. നമ്മുടെ കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ തൽക്കാലത്തേക്ക് ഒട്ടിച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രോപ്പറായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം. ഇതിപ്പം പകലായതുകൊണ്ട് അത്ര വലിയൊരു വൈബ് കിട്ടത്തില്ല. എന്തായാലും നമുക്ക് രാത്രി ഒന്നും കൂടെ ഒന്ന് കത്തിക്കുന്നൊരു വീഡിയോ കൂടി ഇടാം. ഈ സംഭവം നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡെക്കറേഷൻ ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഊരി മാറ്റി വെക്കുന്ന വെറുതെ ആവശ്യമില്ലാതെ വെച്ചിരിക്കുന്ന സ്ട്രിങ് ലൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ഷോക്കേസിലോ അല്ലാതെ നമ്മുടെ ഡെക്കറേഷൻ ലൈറ്റായിട്ട് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്തു നോക്കുക.
സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേറ്റീവ് ലൈറ്റാണ് നമ്മളും ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. റിഫ്സോൺ ഹാക്സ് സൈനിങ് ഔട്ട്.